ദൃശ്യം 3 ഒന്നും പറയാനില്ല, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ദൃശ്യം 1 and 2 നിങ്ങൾ എങ്ങനെ എൻജോയ് ചെയ്തോ ആ ഒരു ലെവലിൽ തന്നെ ദൃശ്യം 3യും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പടം തുടങ്ങി ഒരു അരമണിക്കൂർ, അതായത് നമ്മളെ ഈ ഇന്റർവെല്ലിനോട് എത്തുമ്പം മുതൽ അതങ്ങോട്ട് കത്തി തുടങ്ങും. പിന്നെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ട്വിസ്റ്റ് അല്ല, അതാണല്ലോ മെയിനായിട്ട് ദൃശ്യത്തിൽ എപ്പോഴും ഉണ്ടാവുന്നത്. നമ്മൾ വിചാരിക്കുന്ന ട്വിസ്റ്റ് അല്ല, ആ രീതിയിലുള്ള ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. പിന്നീട് ഇതിന്റെ കഥ കാര്യങ്ങളൊന്നും പറയാനില്ല, കാസ്റ്റ് കാര്യങ്ങളൊക്കെ മുമ്പ് ഉള്ളവരൊക്കെ തന്നെയാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ താഴെ പോളിൽ നിങ്ങൾക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ എങ്ങനെയാണ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോൾ ചെയ്യുക. പിന്നെ ദൃശ്യം ഇവിടം കൊണ്ട് തീരുന്നില്ല, ദൃശ്യം 4 പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ദൃശ്യം 4 എന്തായാലും ഉണ്ടാവും, ആ ഒരു രീതിയിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എന്തായാലും സ്പോയിലർ കാര്യങ്ങളൊന്നും പറയാനില്ല, പടം ഫുള്ള് തൂക്കി. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 1-2 ദിവസത്തേക്ക് വേണമെങ്കിൽ ഇൻസ്റ്റയിൽ റീലൊന്നും കാണാതിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീലിൽ സ്പോയിലർ കാര്യങ്ങളൊക്കെ വന്ന് കണ്ടിട്ടാണ് നിങ്ങൾ പോയി കാണണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് ആ ഒരു സ്പോയിലർ കാര്യങ്ങൾ വന്ന് ഇത് നശിക്കുന്നതിന് മുന്നേ പെട്ടെന്ന് പോയി കണ്ടോ എങ്കിൽ നിങ്ങൾക്ക് പടം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. വേറെ ഒന്നും പറയില്ല. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. ഇതുപോലത്തെ പുതിയ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.